ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കോൺഫ്ലെക്സ് ബോളാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു പ്രെയർ ഡ്രസ്സ് കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ആദ്യം ഇതിലേക്കായിട്ടൊരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളായിട്ടൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെന്തായാലും വേണ്ട, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിനും എരിവിനും കൂടെ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ. ലാസ്റ്റ് ഒരു അധികം പുളിയില്ലാത്ത ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷം ഇതിലേക്ക് ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യല്ല, ഇതുപോലെ മുഴുവനായിട്ട് നിരത്തിയിട്ട ശേഷം ഇനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ബാക്കി ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ തവി വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. ഇത്ര വലിയ പീസ് വേണ്ടില്ല, അല്ലെങ്കിൽ ആദ്യമേ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഫ്രൈ ചെയ്താലും മതി കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഇത്തിരി ഒലിവ് ഓയിൽ ഒന്നിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ചിക്കന് നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മസാലക്കൂട്ടിന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇത് അങ്ങനെ ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള 3-4 സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി വലിയ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ഇത്രയാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട്. ഒരുപാട് മസാലക്കുത്തൊന്നുമില്ല, ലൈറ്റായിട്ടാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത്. അതോടെ വരുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മസാലയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ആ ഒരു ചിക്കനിൽ നമ്മൾ ചേർത്തിട്ടുള്ള മസാല, ജീരകപ്പൊടി, അതുപോലെ തന്നെ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ആയിട്ട് കിട്ടും കേട്ടോ ഇത്. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഫീലിങ്സ് ആയി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് വേണം. അപ്പോൾ അത് ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക. അത്യാവശ്യം അങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ. കൈ കൊണ്ട് പൊടിയുന്ന ആ ഒരു മാക്സിമം ലെവൽ. അപ്പോൾ കുറച്ച് വലിയ പീസും അതുപോലത്തെ കുറച്ച് നല്ല ഫൈൻ പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. അതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബ്രെഡ് പീസ് ഇങ്ങനെ മുക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ആക്കണ്ട കേട്ടോ. അപ്പോൾ പാകത്തിന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് അതിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ടൊന്ന് കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കുടിച്ചു പോകും. എന്നിട്ട് ഇതിലേക്ക് റെഡിയാക്കിയിട്ടുള്ള ഒരു മസാലക്കൂട്ട് ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ്, ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ കുറച്ച് സോസാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കവർ ചെയ്ത് റോൾ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് സാധാ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് ഷേപ്പ് ആക്കി എടുത്താൽ മതിയാകും. അപ്പോൾ അതാ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയിൽ ഒന്നങ്ങ് മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു കോൺഫ്ലെക്സിലിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നല്ല ഫൈനായിട്ടുള്ള കോൺഫ്ലെക്സിൻ്റെ പൊടിയും അതിൽ പിടിക്കും. പിന്നെ മേൽഭാഗത്ത് കൂടെ കുറച്ച് വലിയ വലിയ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും പിടിച്ചോളൂ. അപ്പോൾ ഫ്രൈ ആയി വരുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതാ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഒരു 9 പീസ് ബ്രെഡാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാലക്കൂട്ട് ഒരു 15 സുഖമായിട്ട് നിറച്ചെടുക്കാനായിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് ഒരു കോൺഫ്ലെക്സ് ഒക്കെ കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടുക. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളർ മാറിപ്പോകും, ബ്രെഡ് ഉള്ളിൽ ഫ്രൈ ആവാത്ത പോലെ ആവും ചെയ്യും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇത്ര തന്നെയുള്ള പരിപാടി. കാണുന്ന സമയത്ത് ഒരു ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തൊക്കെ പോലെയല്ലേ. ശരിക്കും ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറത്തുള്ള ഒരു ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മസാല, അതുപോലെ തന്നെ സ്മോക്കി ഫ്ലേവറിലുള്ള മസാലയും കൂടി വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു സമയം കറക്റ്റ് ആവുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിലുള്ള മസാലക്കൂട്ടും അതുപോലെ തന്നെ ഈ ഒരു കോൺഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്രൈ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം, ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം കൂടെ പരിചയപ്പെടുത്താനുണ്ട്. നല്ലൊരു പ്രെയർ ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിലാവ് അബായസിൻ്റെ പ്രെയർ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ സോഫ്റ്റ് ക്രേപ്പ് ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു നിസ്കാര കുപ്പായം. ശരിക്കും പറഞ്ഞാൽ നല്ല ഈസിയാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒറ്റ ഡ്രസ്സായിട്ടാണ് കേട്ടോ വരുന്നത്. തട്ടം വേറെയും കുപ്പായം വേറെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഒന്നായിട്ടാണ് വരുന്നത്. അപ്പോൾ ഉപയോഗിക്കാനും ഈസിയാണ്, അതുപോലെ തന്നെ കഴുകി ഉപയോഗിക്കാനൊക്കെ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കും കളക്ഷൻ ഉണ്ട്, അതിനേക്കാൾ കൂടുതലായിട്ട് വലിയവർക്കുള്ള കളക്ഷനാണ് കേട്ടുള്ളത്. ഒരുപാട് കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാം. പിന്നെ ഈ ഒരു ഡ്രസ്സ് വരുന്നത് നല്ലൊരു പൗച്ചിലാണ് കേട്ടോ, നല്ലൊരു ട്രാവൽ പൗച്ചാണ് സംഭവം. അതുപോലെ തന്നെ ഒരു ഹെഡ് ബാൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ നല്ല കളർഫുള്ളായിട്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ ഈസി ആയിട്ടുള്ള ഈ ഒരു നല്ല പ്രെയർ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. നിലാവ് അബായസ് ആണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പറും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്